2000-ൽ ജോക്കർ എന്ന ഒരു സിനിമ, അവിടുന്ന് അങ്ങോട്ടാണ് ദിലീപിന്റെ ഒരു ജനപ്രിയ നായകനിലേക്കുള്ള ഒരു യാത്ര തുടങ്ങുന്നത്. അപ്പൊ ജോക്കർ എന്നൊരു സിനിമ ആ ഒരു സെപ്റ്റംബർ അവസാനം കുറച്ച് ഡിലേ ആയിട്ടാണ് ആ സിനിമ ഇറങ്ങുന്നത്. ലോഹിദാസിന്റെ ഒരു സിനിമയാണ്, പക്ഷെ അങ്ങനെ വലിയൊരു ഹൈപ്പ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ആ ഒരു സിനിമ വന്ന ഒരു സ്ലീപ്പർ ഹിറ്റായി മാറി, നല്ല ഒപ്പീനിയൻ കിട്ടി. ദിലീപ് എന്ന നടന് നല്ല ഒപ്പീനിയൻ, കോമഡി മാത്രമല്ല എല്ലാ റോൾസും ദിലീപിന് ചെയ്യാൻ പറ്റും, ഇമോഷൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ദിലീപിനോടൊരു ഇഷ്ടം ആളുകൾക്ക് തോന്നി. ആ ഒരു സിനിമ ഒന്ന് തിയേറ്ററിൽ ഭയങ്കര ഒപ്പീനിയൻ കിട്ടിയ ശേഷം തൊട്ടടുത്ത മാസം നവംബർ മാസം ഡാർലിംഗ് എന്നൊരു സിനിമ തിയേറ്ററിലെത്തി. ഞാൻ ആ സിനിമ ആദ്യത്തെ ദിവസം കാണാൻ പോകുമ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതുവരെ ദിലീപ് എന്നൊരു നടനെ ആളുകൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ ഒരു വലിയൊരു സ്റ്റാറിനെ പോലെയൊന്നും അല്ല ആളുകൾ ഓഡിയൻസ് വന്ന് കൈയടിക്കും ബഹളം വിസിലടിക്കും ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഡാർലിംഗ് സിനിമ പടം തുടങ്ങി ആദ്യം വിനീതാണ്, ഒരു 20-25 മിനിറ്റ് വിനീതാണ്. പിന്നീട് വിനീത് ബാംഗ്ലൂരിലേക്ക് എത്തുന്നു, ബാംഗ്ലൂര് കാണിക്കുന്നു. അത് കഴിഞ്ഞാൽ ഡാർലിംഗ് എന്നുള്ള ആ ഒരു സോങ് കാണിക്കുമ്പോഴാണ് ദിലീപിന്റെ ഒരു ഇൻട്രോ കാണിക്കുമ്പോൾ തിയേറ്ററിൽ ഒരു കൈയടിയുണ്ട്. തിയേറ്ററിൽ ഒരു 40% പേരുകൾ അന്ന് കൈയടിച്ചിട്ടുണ്ട്, ഞാനൊക്കെ കൈയടിച്ചിട്ടുണ്ട്. ഈ സിനിമ ഭയങ്കര ഹിറ്റ് ആവുന്നു, ദിലീപിന്റെ കോമഡി രംഗങ്ങൾക്കൊക്കെ കൈയടി കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ക്രിസ്മസിന് തെങ്കാശിപ്പട്ടണം 2000 ക്രിസ്മസിന് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സിനിമ ആദ്യം തുടങ്ങുമ്പോൾ നമുക്കറിയാം ലാലും സുരേഷ് ഗോപിയൊക്കെയാണ്, ഇവരുടെ ഒരു മാസ് ഇൻട്രോ ഒക്കെ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ദിലീപിനെ കാണിക്കുന്നുണ്ട്. ദിലീപ് ഒരു നാളികേരവും കയ്യിൽ പിടിച്ച് ഒരു ക്യൂല് നിൽക്കുന്ന ഒരു ശത്രു എന്ന ആ ഒരു കഥാപാത്രത്തിന്റെ ഇൻട്രോ കാണിക്കുമ്പോൾ തിയേറ്റർ മുഴുവനും കൈയടിയായിരുന്നു. ആ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോഴെല്ലാവരും പറഞ്ഞിരുന്നത് പടം ഗംഭീരമായിട്ടുണ്ട്, ദിലീപ് പൊളിച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു ആ സിനിമയുടെ ഒപ്പീനിയൻ. ഞാൻ ആ സിനിമ തിയേറ്ററിൽ കാണാൻ പോകുമ്പോഴേക്കും 2ാം ദിവസം തുടങ്ങി ആ സിനിമ കാണാൻ പോകുന്നത്. പക്ഷെ അപ്പൊ തന്നെ ആദ്യത്തെ ഷോ ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ആൾക്കാർ പറഞ്ഞു ദിലീപ് തകർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു 3 സിനിമ ദിലീപിന്റെ കരിയറിൽ വലിയൊരു മാറ്റം. ഈ ജോക്കർ, ഡാർലിംഗ്, തെങ്കാശിപ്പട്ടണം, അതുവരെ ചെറിയ ചെറിയ പ്രതിഫലമൊക്കെ വാങ്ങിയിരുന്ന ദിലീപ് തെങ്കാശിപ്പട്ടണം കഴിഞ്ഞ് 10 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങാൻ, 10 ലക്ഷം രൂപയാണ് തെങ്കാശിപ്പട്ടണത്തോടുകൂടി ദിലീപിന്റെ പ്രതിഫലമാക്കിയതെന്നൊക്കെ അന്ന് ഒരുപാട് റിപ്പോർട്ടുകളൊക്കെ ഞാൻ പല മാഗസീൻസിൽ വായിച്ചിട്ടുണ്ട്.